പോലീസിന് മെയിൽ അയച്ചിരുന്നു. പക്ഷേ ഇവിടെ നേരിട്ട് വന്നിട്ടില്ല. സാധാരണ നേരിട്ട് വരണ്ടേ? കാരണം നേരിട്ട് വന്ന് നിങ്ങൾ ഒപ്പിട്ട് കൊടുത്താലേ അവർക്ക് കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. നേരിട്ട് വരാൻ അല്ല, പോലീസുകാർ പറയുന്നത് ഇപ്പൊ ചെന്നാലും അവർ കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ ഇപ്പൊ ചെന്നാലും കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങൾ പരാതി കൊടുക്കാത്തതുകൊണ്ടാണ് അവർ നടപടി എടുക്കാത്തതെന്ന് പറയുന്നത്. പരാതി കൊടുത്ത് നേരിട്ട് ആഭ്യന്തരമന്ത്രിക്കും SHOയ്ക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രിക്ക് നേരിട്ട് പോയി പരാതി കൊടുത്തു? അല്ല, മെയിൽ വഴി. അല്ല, മെയിൽ അയച്ചാൽ പോരാ, നമ്മൾ നേരിട്ട് വന്ന് ഇവരുടെ അടുത്ത് നിന്ന് ഹാജരാണ്. 3 ദിവസത്തിനുള്ളിൽ ഒന്ന് ഹാജരാവണം. അപ്പം അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. അപ്പം അങ്ങനെ അങ്ങനെ ചെയ്തിട്ടില്ല. അവര് പോലീസുകാർ മെയിലിന് റിപ്ലൈ തന്നിട്ടുണ്ടോ? പരാതി എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ ഗുണ്ടകൾ ഇവിടെ വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുകയും കൊന്നുകളയുമെന്ന് പറയുന്നുള്ള ഒരു പരാതിയാണുള്ളത്. മനസ്സിലായി, പരാതി നിങ്ങൾ കണ്ടിരുന്നു. പോലീസിന് റിപ്ലൈ തന്നിരുന്നു. താങ്കളാഴ്ച മെയിലിന് പോലീസ് റിപ്ലൈ തന്നിരുന്നു, അത് കണ്ടിരുന്നു? ഇല്ല, കണ്ടില്ല. എന്തായാലും ഇപ്പോൾ അവർ പോലീസ് പറയുന്നത് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യാൻ അവർ തയ്യാറാണ്. ഇപ്പൊ കയറി കാണാൻ തയ്യാറുണ്ടോ? തയ്യാറാണ്. അങ്ങോട്ട് പോയാലോ? തന്റെ പരാതിയിൽ കേസെടുക്കാത്തതിൽ പത്തനംതിട്ട പോലീസ് സ്റ്റേഷന് മുന്നിൽ യുവാവിന്റെ പ്രതിഷേധം. എന്നാൽ പ്രതിഷേധത്തിന് സ്റ്റേഷനിലെത്തിയപ്പോൾ അപ്രതീക്ഷിത ട്വിസ്റ്റ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇയാൾ പരാതി നൽകിയത് ഇമെയിൽ വഴിയാണ്. മെയിൽ വഴി പരാതി നൽകിയാൽ പിന്നീട് സ്റ്റേഷനിൽ ഹാജരാകണം. പോലീസ് ഇമെയിൽ വഴി മറുപടി കൊടുത്തെങ്കിലും ഇയാൾ സ്റ്റേഷനിൽ ഹാജരായില്ല. ഇതോടെ പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റാതെയായി. പ്രതിഷേധവുമായി സ്റ്റേഷനിലെത്തിയപ്പോഴാണ് നേരിട്ട് ഹാജരാകണമെന്ന കാര്യം മനസ്സിലാവുന്നത്. ഇതോടെ പ്രതിഷേധം അവസാനിപ്പിച്ച് സ്റ്റേഷനിലെത്തി സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മാവേലിക്കര അറന്നൂറ്റിമംഗലം സ്വദേശി അരുൺ ശിവൻകുട്ടിയാണ് പരാതിക്കാരൻ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗുണ്ടകൾ. നിങ്ങൾ അകത്തോട്ട് വന്നിട്ടേ മൊഴി തരിക. മൊഴി തന്നാൽ കേസ് എടുക്കും. ശരിയൊക്കെ ഇത് മാറ്റിക്കും, ഇതും ബോർഡും മാറ്റിക്കും. മാസ്ക്